ഹായ് ഡിയാസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? ഒരു നെക്ക് അല്ലേ, അതായത് ഫ്രോക്കിൻ്റെ നെക്ക് എന്ത് ചെയ്യണം, ലൈനിങ് വെച്ച് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് സ്ക്വയർ നെക്കിൻ്റെയാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അതുപോലെ ഞാൻ ലൈനിങ് വെച്ചിട്ട് എന്ത് ചെയ്തു, അതിനെ അടിച്ച് തിരിച്ചെടുത്തു കേട്ടോ. ഇനി ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ ഷോൾഡർ തമ്മിൽ ലൈനിങ്ങും ഈ നല്ല തുണിയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചേർത്തടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ബാക്ക് പാർട്ടിൽ എന്ത് ചെയ്യരുത്, ഷോൾഡറുകൾ തമ്മിൽ എന്ത് ചെയ്യരുത്, ലൈനിങ്ങും ഇത് തമ്മിൽ ചേർത്തടിക്കരുതെന്നും പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കെന്താണ് തയ്യൽ തുമ്പ് കാണാത്ത വിധം എന്ത് ചെയ്യണം, ഇത് ബന്ധിപ്പിക്കണം അല്ലേ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്, സിബ് സ്റ്റിച്ചിങ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പാർട്ട് എടുത്തു. ബാക്ക് പാർട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിന് വേണ്ടി എടുക്കേണ്ടത്. അതിന് മുമ്പായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ടൈലറിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞാൻ ഒരുപാട് മോട്ടിവേഷനൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങളത് കേട്ടിട്ട് എന്ത് ചെയ്തു, പഠിക്കുന്നുണ്ടോ? അതോ മോട്ടിവേഷൻ കേട്ട് ചാടി എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ ഇനി നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അത് വിട്ട് കളഞ്ഞോ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനം എടുത്തില്ലേ, ഉറച്ച തീരുമാനമൊക്കെ നമ്മളൊന്ന് എടുത്തേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ കോമഡിയിലൊക്കെ പറയാറില്ലേ, സ്ത്രീകൾക്ക് എപ്പോഴും രണ്ട് വിഷമമുണ്ടെന്ന്. ഒന്നെന്താണ്, നമുക്ക് അലമാരയിൽ എന്താണ് തുണി വയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നത്. അത് കറക്റ്റ് കാര്യമല്ലേ. നമ്മുടെ വീട്ടിൽ എന്താണ് തുണി വെച്ചാലും നമുക്ക് എന്താണ്, എത്ര തുണി നമുക്ക് വെച്ചാൽ എന്താണ്, അലമാരയിൽ ഒട്ടും സ്ഥലമില്ല. അതുമാത്രം നമുക്ക് എന്താണ് തുണിയുണ്ടല്ലേ. തുണി നിറഞ്ഞ് നമ്മൾ ഹസ്ബൻഡിനെന്നാൽ ആകെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു പാറയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അവസാനം നമ്മൾ അതും എന്ത് ചെയ്യും, കയ്യേറും. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ തുണി വയ്ക്കാൻ സ്ഥലമില്ലാതിരിക്കും. എന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എന്താണ്, നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു തുണി ഇടാൻ, ഈ ഫംഗ്ഷന് പോകുമ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് നല്ലൊരു തുണി ഇട്ടുകൊണ്ട് പോകാനും ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര വിഷമം. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഈ അലമാര ഇരിക്കുന്ന തുണിയൊന്നും എന്താ നിനക്ക് ഇടാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറയും എനിക്കത് ശരിയാവില്ല, എനിക്ക് പുതിയ തുണി തന്നെ വേണം. അപ്പോൾ നമുക്ക് വല്ല വിഷമമാണല്ലേ. നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് എന്തില്ല, നല്ല തുണിയില്ല. എന്നാൽ അലമാരയ്ക്കകത്ത് എന്ത് ചെയ്യണം, തുണി വയ്ക്കാൻ സ്ഥലമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് നമ്മൾ എന്താണ്, സ്റ്റിച്ചിങ് പഠിച്ചു കഴിയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഫംഗ്ഷന് 2-3 ദിവസം മുമ്പ് പോയി നമുക്ക് ആവശ്യമുള്ള റണ്ണിങ് മെറ്റീരിയലും ലൈനിങ്ങും എല്ലാം എടുത്തുകൊണ്ട് വന്ന് എന്താണ്, ഒരു ദിവസമോ 2 ദിവസം കൊണ്ടുവന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് തുണികൾ തയ്ച്ചുകൂടെ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചാൽ എന്താ, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ 2 വിഷമവും നമുക്ക് എന്താണ്, എന്നിട്ട് ഒരു അലമാര വാങ്ങിച്ച് നമ്മൾ പുതിയതായിട്ട് തയ്ക്കുന്ന തുണികളെല്ലാം നമ്മളിത് അലമാരയിൽ എടുക്കണം. അപ്പോൾ നമ്മൾ ആ 2 വിഷമം എന്ത് ചെയ്യും, മാറിക്കിട്ടാൽ തുണിയുടെ കൂമ്പാരം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് തുണി ഇടാനില്ല. അപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. കാരണം എന്താണ്, നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ച് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഡ്രസ്സ് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിൻ്റെ സിബ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി ബാക്കിൽ സിബ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് പുറകു വശത്ത് എന്താണ് സിബ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് ഫ്രോക്കിന് സിബ് വെച്ചിട്ട് ഓപ്പൺ ആക്കുകയും തുറക്കുകയും അടയ്ക്കും. ഞാൻ മലയാളം പറയാമെന്ന് ചോദിച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ്. ദയവേത് എന്നോടൊന്നും തോന്നല്ലേ, കാരണം അതങ്ങ് വന്ന് പോവുക. തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നില്ലേ. അപ്പം നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഈ സിബ് അല്ലേ, ഈ സാധനം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇവിടെ ഫിറ്റ് ചേർത്ത് അടിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ ശരിക്കും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു സിബ് സ്റ്റിച്ചിങ്, ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷേ ഈ തുണിയിൽ എന്താണ്, അന്ന് തുണി തികയാതെ വന്നു. ഞാൻ 1 ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇതിലെനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ തുണി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബാക്ക് ഭാഗം നമ്മൾ എടുക്കുന്നു. അതിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അതായത് നടുഭാഗത്തു കൂടി നമ്മൾ എന്ത് ചെയ്യണം, നല്ല വശത്ത് ഒരു ലൈൻ വരയ്ക്കണം. അത് കറക്റ്റ് നടുഭാഗത്തായിരിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ലൈനിങ് തുണി എടുത്തിട്ട്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വീതി എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ച് വീതിയും, പിന്നെ എന്താണ് ഇവിടെ കുറച്ച് കടന്ന് നിൽക്കണം ഈ ഭാഗം, പിന്നെ ഇവിടെ കുറച്ച് കടന്ന് നിൽക്കണം. ആ രീതിയിലെടുത്ത് എന്താണ് നടുക്കൂടി 2ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മടക്കണം കണ്ടോ. മടക്കിയിട്ട് നമ്മളിവിടെ ഒരു ലൈൻ പോലെ എന്ത് ചെയ്യണം, വരയ്ക്കണം.
ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാലേ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചത് കറക്റ്റ് ആവാം. ഞാനിത് ഇങ്ങനത്തെ രീതി ഞാൻ ചെയ്യാറില്ല. എനിക്ക് ആ രീതിയാണ് എളുപ്പമില്ല. ഇതിന് ചെയ്താലേ പറ്റും. അതുകൊണ്ട് ഞാനത് ചെയ്യുമോ വരച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ബാക്ക് പാർട്ട് എടുത്ത് ഈ ഭാഗത്തുകൂടി ഒരു ലൈൻ വരച്ചു. കട്ട് ചെയ്യരുതേ. അതിനുശേഷം ലൈനിങ് തുണി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കടന്ന് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ നടുക്കൂടി വരച്ചു. എന്നിട്ട് ഈ ലൈനിങ് തുണി ഇല്ലേ, അതിനെ നമ്മൾ രണ്ട് ഭാഗവും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അറിയാമല്ലോ, മടക്കി അടിക്കാൻ ഞാൻ അന്ന് കാണിച്ചതാണ്. ഇങ്ങനെ മടക്കി അടിച്ചു. ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം. ഇവിടെ ഒന്ന് ചെറുതായി മടക്കി അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു എന്നൊന്നും അറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ കൂടെയൊക്കെ വന്ന് തയ്യലൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ അടുത്ത് നിന്ന് നമ്മൾ പറയുമായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു. ഇത് പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. ഞാനിങ്ങനെ കുറേയൊക്കെ പറയുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ പരമാവധി എന്താണ് ക്ലിയറാക്കി പറഞ്ഞു തരാം. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിലൂടെ എന്താണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ എന്നോട് അത് ചേച്ചി പഠിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു സിമ്പിൾ സ്റ്റിച്ചിങ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു 10-15 മിനിറ്റൊക്കെ എന്തിനാ അതിലങ്ങ് പോകും. പിന്നെ അധികം സമയം നമുക്ക് എൻ്റെ ഫോണിൽ അത് സ്പേസ് കുറവാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ കുറേശ്ശെ വെച്ച് പഠിച്ചോളാം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കുറച്ച് അറിയാവുന്ന അവർക്ക് എന്താണ് അത് ബോറായിട്ടൊക്കെ തോന്നും അല്ലേ. അപ്പോൾ എനിക്ക് 2 തരം ആൾക്കാരെ എന്ത് ചെയ്യണം, ഒരുപോലെ ആക്കാൻ നോക്കണം. അപ്പോൾ ഈ സിമ്പിൾ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്തിന് വേറൊരു മെത്തേഡുണ്ട്. അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി മനസ്സിലാക്കി. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണ്, നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, നടുക്കൂടി ഒരു ലൈൻ വരച്ചു. അതിൻ്റെ മുകളിലേക്ക് ഇനി എന്താണ്, ഇതിൻ്റെ സൈഡ് 3 സൈഡും മടക്കി അടിച്ചിട്ട് അത് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. കൊണ്ടുവന്ന് വെച്ചിട്ട് മുറിക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സിബിന് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ സിബ് എവിടെ ഇരിക്കുന്നത്, ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് അല്ലേ. അപ്പോൾ ഒരു ഏകദേശം ഇവിടെ വരുമ്പോൾ ഉണ്ട്, ഇവിടെ നിന്ന് വന്നിട്ട് ഇത്ര, അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ കൊടുത്താൽ മതി. നമുക്ക് ഇത്രയൊക്കെ മതി. ഇത്ര നമ്മളത് വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കണം. ഇത്ര അകലം കണ്ടോ. എന്നിട്ട് അവിടെ നിന്നൊരു ചെറിയ കോണാകൃതി ഇങ്ങനെയും വരയ്ക്കണം. ഇവിടെ നിന്നൊരു ചെറിയ കോണാകൃതിയും വരയ്ക്കണം. അതെന്തിനാണെന്നറിയാമോ, അവിടെ കൊണ്ടുവന്ന് നമുക്ക് ചെറുതായിട്ടൊരു കോണാകൃതിയിലാക്കിയിട്ട് വേണം വലിച്ച് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഒരു 1/4 ഇഞ്ച് അളവിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ട്. ഞാൻ പിന്നെ നീല ചോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ സജഷൻ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ ഇങ്ങനെയൊന്നും എനിക്ക് ഇത് വരുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് എനിക്കിത് വന്നപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയാതായിപ്പോൾ. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു നടുക്കൂടെ നമ്മൾ ലൈൻ വരച്ചു. എന്നിട്ട് നമുക്ക് എത്രയാണ് സിബ് വേണ്ടതെന്ന് വെച്ചാൽ അതുവരെ നമ്മൾ കുറച്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തി ബാക്കി ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണ ആകൃതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിലേക്ക് കൂടെ കൊണ്ടുവരണം. അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അതിന് ശേഷമാണ് രണ്ടും കൂടി ചേർത്ത് കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ്. ഞാനിതിൻ്റെ ഈ 3 വശം എന്ത് ചെയ്തു, ചെറുതായിട്ടൊക്കെ അടിച്ചെടുത്തു കണ്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ, നമ്മളെന്താണ് ഇതിൻ്റെ നല്ല ഭാഗമില്ലേ ബാക്ക് പാർട്ടിൻ്റെ, അവിടെ ഒരു ലൈൻ വരച്ചല്ലോ അതിൻ്റെ മിഡിലായിട്ട്. ആ ലൈനും ഇതിൻ്റെ മിഡിൽ, അതായത് നടുക്കത്തുള്ള ലൈനും തമ്മിൽ എന്താണ് ചേർത്ത് വെച്ച് എന്ത് ചെയ്യണം, നമുക്ക് പിന്ന് കുത്തണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് സ്റ്റിച്ച് ചെയ്യാൻ. നമ്മളിങ്ങനെ വയ്ക്കുന്നു. ലൈനും തമ്മിൽ എന്താണ് കറക്റ്റ് ലെങ്തിൽ വേണം നമുക്ക് ഇരിക്കാൻ കേട്ടോ. അതെ, ഈ ലൈനും ഈ നടുക്കത്തെ ലൈനും തമ്മിൽ കറക്റ്റ് നമ്മൾ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പിന്ന് കുത്തുന്നു. ഇത്രയും മനസ്സിലാക്കാണോ എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണ്ടേ, ഈ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. എന്നിട്ട് നടുക്ക് കൂടി എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 2 വശം എന്താണ് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ
സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, ഇത് തമ്മിൽ യോജിപ്പിച്ചെടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടല്ലോ ഈ മിഡിൽ ഭാഗത്തൂടെ ഇനിയാണ് നമ്മൾ രണ്ടും കൂടി നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മിഡിൽ ഭാഗത്തൂടെ കട്ട് ചെയ്താലോ? കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റിച്ച് കൊള്ളരുത്. കൊണ്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും? നൂല് പോവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നേന്ന് നമ്മൾ തയ്ക്കേണ്ടി വരും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണേ. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളിവിടെ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെസ്സേജ് വന്ന് ക്യാമറമാൻ കൊള്ളില്ല എന്ന്. ക്യാമറമാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവിടെ വലിയ ക്യാമറമാനൊന്നും ഇല്ല. എൻ്റെ കൊച്ചാണ്, എൻ്റെ മൂത്ത മോളാണ് ഇവിടെ കിടന്ന് ഈ ക്യാമറ എടുക്കുന്നത്. അതുമാത്രമല്ല അവൾ കൊണ്ടു നടന്നൊക്കെ കുലുക്കി അവളൊരു കുലുക്കി തകതവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവിടെ വലിയ സെറ്റപ്പിലൊന്നും അല്ല ഇവിടെ ക്യാമറ എടുക്കുന്നത് കേട്ടോ. എൻ്റെ കൊച്ച് മൂത്ത മോളാണ് എടുക്കുന്നത്. അവൾ അത്രയും ചെയ്ത് എനിക്ക് തന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തത്. എൻ്റെ ബ്രദർ എനിക്ക് സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം സെറ്റായി വരികയാണ്. എൻ്റെ ക്യാമറമാനെ വിഷമിപ്പിക്കല്ലേ, എൻ്റെ ക്യാമറമാൻ കളഞ്ഞിട്ട് പോയാൽ പിന്നെ എനിക്ക് ആരുമില്ലേ. അവളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ചുമ്മാ അറിഞ്ഞതാ. നിങ്ങൾ പറഞ്ഞോ, അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയണം. അപ്പോഴേ എനിക്ക് ശരിയാക്കാൻ പറ്റും. എന്നാലും എൻ്റെ ക്യാമറമാൻ്റെ മെസ്സേജ് കണ്ടതോടെ ക്യാമറമാൻ്റെ കിളി പോയി ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചെടുത്തല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? തിരിച്ചെടുത്തു അല്ലേ? ഇനി ഇതിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ വെച്ചിട്ട്, കുറച്ച് പാടാണ് ഗൈസ് ഇത്. കണ്ടോ, ഇവിടെ എവിടെ നമ്മളിങ്ങനെ നമ്മൾ ഉടുപ്പിടുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല സിബ് ഊരുന്നേ. അപ്പോൾ ആ ലെവലിൽ വെച്ചിട്ട് എന്താണ് തിരിക്കണം. നമ്മൾ ചിലപ്പോൾ തിരിച്ച് ഒക്കെ എടുത്ത് വെച്ച് അടിച്ചളയും. പിന്നെ ഒന്നേന്ന് ഇളക്കി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കണം ഇതിൻ്റെ സിബിൻ്റെ കറക്റ്റ് ഭാഗം എവിടെ വരുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ സിംഗിൾ ഫൂട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ശരിയാവത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്നു. കണ്ടോ, ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നിൽക്കണം അല്ലേ? ഇങ്ങോട്ട് കയറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുകയാണല്ലോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം, അങ്ങനെ നമ്മളിങ്ങനെ അകത്തേക്ക് മടക്കണം. മടക്കിയ ശേഷം ഇതിൻ്റെ ഈ സിബ് ഭാഗം ഉണ്ടോ, അതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ മുകളിലൊരു ഭാഗം തള്ളി നിൽക്കുന്നല്ലോ, അതും ഇതിനകത്തേക്ക് ഇങ്ങ് കയറ്റണം. കയറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിൽ കൂടെ, ഈ വശത്തൂടെ സിംഗിൾ ഫൂട്ട് വെച്ചാണ് അടിക്കേണ്ടത്. അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ കോണാകൃതിയിലല്ല, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൂടെ അടിച്ച് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് ഇതും കൂടെ മടക്കി എന്ത് ചെയ്യണം? ഇതിനകത്ത് കയറ്റുമ്പോൾ നമ്മുടെ സിബിൻ്റെ പരിപാടി കഴിഞ്ഞു. അതിന് ശേഷമുള്ള കാര്യം ഞാൻ കാണിച്ചു തരാമേ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? സിബ് സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ തുറക്കുമ്പോൾ എന്താണ്? ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അത് അടയ്ക്കുന്നു. പിന്നെ ഇതിൻ്റെ അകഭാഗം ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചും കൊണ്ട് ഈ ഭാഗത്തുകൂടി ചേർത്ത് ഈ അറ്റത്തുകൂടി ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ കൊള്ളരുത്. പകരം എന്താണ്? ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ എടുത്ത് ഈ ഭാഗത്ത് വെച്ച് അടിച്ച് എന്ത് ചെയ്യണം? ചേർക്കണം. അപ്പോൾ ഇതിൽ കൂടെ ചേർത്ത് അടിക്കരുത്, ഇങ്ങനെ വെച്ചിട്ടാണ് അടിക്കുന്നത്. അതുപോലെ ഈ രണ്ട് ഭാഗവും എന്ത് ചെയ്യണം? ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് കവറാവും. ഈ ബാക്ക് ഭാഗം, അകം ഭാഗം. എന്നിട്ട് നമ്മളിങ്ങനെ ഇടുക അല്ലേ? തുറക്കുന്നു, അടയ്ക്കുന്നു. കണ്ടല്ലോ, അങ്ങനെ സിബ് ഫിറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു പട്ട വെച്ച് തന്നെ ഈ സിബിൻ്റെ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യുക? നമുക്ക് മറക്കരുത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ എനിക്ക് ഈ സിബ് സ്റ്റിച്ച് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ മറ്റേ ഇതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ ഇനി എന്താണ് ഇതിങ്ങനെ ചേർത്തൊന്ന് അടിച്ചെടുക്കുന്ന ഒരു ജോലിയും കൂടെ നമുക്കുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ലെങ്ത് കൂടിപ്പോയി, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഇനി നമ്മൾ തുണികൾ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് പോവാം. നമുക്ക് സമയമില്ലേ കേട്ടോ. ഓക്കെ, ബൈ.